എല്ലാവർക്കും ക്രിസ്റ്റൽ ഹെഡ് ടു ഹബിന്റെ ഇന്നത്തെ ഈ ഒരു വെബിനാറിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. നമുക്കറിയാം, ഇന്നത്തെ ഒരു വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുത്തിരുന്നത് ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസത്തിന്റെ ഒരു കാലയളവിനുള്ളിൽ നമുക്ക് എങ്ങനെയാണ് ഒരു മത്സര പരീക്ഷയെ, അതും PSC പോലെയുള്ളൊരു മത്സര പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പറ്റുക, നമുക്ക് ഇനിയും അതിനുള്ള ഒരു സാധ്യതയുണ്ടോ, ഇപ്പൊ പഠിച്ചു തുടങ്ങിയാൽ തന്നെയും നമുക്ക് അവിടെ എത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും, പ്രത്യേകിച്ചും ഒരു എന്താ പറയാ ആസ്പിറൻസ് എന്നുള്ള നിലയിൽ നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ എല്ലാ ദിവസവും കടന്നു വരുന്ന ഒരു ചോദ്യമാണ്. ആ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയ ഒരാൾ എന്ന നിലയിൽ ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇതെന്നെ കൊണ്ട് സാധിക്കോ, ഇനി ആകെ ഇത്ര സമയമല്ലേ ഉള്ളൂ, ഇത് ഇത്രയും വായിച്ച് തീരില്ല എന്നൊക്കെയുള്ള ഒരുപാട് സങ്കീർണതകളും സംഘർഷങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ. നമ്മള് മലയാളം ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 2024 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായിരുന്നു. HSST പോലെയുള്ള ഒരു വലിയൊരു പരീക്ഷ നമുക്ക് 2024 ഉണ്ടായി. അതുപോലെ തന്നെ HSA പാർട്ട് ടൈമും എക്സാമും നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇനി വരുന്ന 2025 അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കാരണം കഴിഞ്ഞ ഒരു HSAയുടെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ നമ്മൾക്ക് പുതിയൊരു പരീക്ഷ ഇപ്പൊ വിളിച്ചിരിക്കുകയാണ്. 2026 ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അപ്പൊ അതിനു മുന്നേ ഇങ്ങനെ ഒരു പരീക്ഷ വരിക, സാധാരണഗതിയിൽ റാങ്ക് ലിസ്റ്റുകൾ നിൽക്കുമ്പോൾ അധികം പരീക്ഷകൾ വരാറില്ല. പക്ഷെ എന്തുകൊണ്ടോ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ മുന്നേ ആയി, അല്ലെങ്കിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനൊക്കെ മുന്നോടിയായി ഒരു HSA കൂടെ നടത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആവാം ചിലപ്പോ പുതിയൊരു പരീക്ഷയ്ക്ക് വിളിച്ചു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കൺഫർമേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിലവിൽ ജൂലൈ വരെയുള്ള PSCയുടെ കലണ്ടർ വന്നിട്ടുണ്ട്. പക്ഷെ ജൂലൈയിൽ നമ്മുടെ പരീക്ഷ ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിലാണ് നമ്മൾ ആ പരീക്ഷ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴും നമ്മൾ വൈകിയിട്ടില്ല, നമ്മൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഉയർന്ന റാങ്ക് എന്നുള്ള നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താൻ ഇപ്പോഴും സമയമുണ്ട്. നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷെ ഇനി ചെറിയ രീതിയിലാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കൊരു ദിവസത്തിൽ ഇത്ര സമയമൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു 3 മാസം കൊണ്ടും പരിഹരിക്കാം. ഇനിയും നമ്മുടെ കയ്യിൽ, നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ കയ്യിൽ സമയമുണ്ട് എന്നുള്ളതാണ് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം ആദ്യമായിട്ട് പറയാനുള്ളത്. അവിടെ ഹാർഡ് വർക്കിന്റെ ഒപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് സ്മാർട്ട് വർക്ക് എന്നുള്ളതും അല്ലെ. വളരെ സ്മാർട്ടായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രമല്ല നമുക്ക് വിജയം ലഭിക്കുക. അതിനൊപ്പം വളരെ കുറച്ച് സ്മാർട്ട് വർക്കും കൂടി നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നടത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഇനിയും ഒരുപാട് സമയമുണ്ട് എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയും. മെയ്, ജൂൺ, ജൂലൈ എന്നീ മാസങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ നിവർന്നു കിടക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 90 ദിവസങ്ങൾ. നമ്മൾ ഈ ചില ആളുകളൊക്കെ മോട്ടിവേഷൻ കൊടുക്കാൻ പറയുന്നത് പോലെയല്ല, ഒരു ദിവസത്തിൽ 24 മണിക്കൂറില്ലേ എന്നുള്ള രീതിക്കല്ല ഞാൻ പറയുന്നത്. നമ്മൾക്ക് ഉള്ള ഈ ഒരു 90 ദിവസം എന്നുള്ളതിനെ വളരെ കൃത്യമായിട്ട് വിഭജിക്കുകയും ഓരോ യൂണിറ്റിനും അല്ലെങ്കിൽ ഓരോ വിഷയങ്ങൾക്കും ഒരു കൃത്യം സമയം വെച്ച് അത് പഠിച്ചു തീർത്ത് അതിന്റെ റിവിഷനും ഒപ്പം നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വിജയം എന്ന് പറയുന്നത് ഒരിക്കലും അകലെയല്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ ഈ സമയത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് പഠനവും റിവിഷനും കഴിയേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തുകൊണ്ട് വേണം ഈ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ പരിചയപ്പെടാം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അങ്ങനെ അറിയാത്തൊരു കാര്യം എന്നുള്ള നിലയിലല്ല ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നത്. പക്ഷെ എങ്കിലും ചിലപ്പോൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. നമുക്കറിയാം ഓഫ്ലൈൻ എക്സാം ആണ് നമുക്കുള്ളത്. 100 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. അതിൽ തന്നെ 2 കാറ്റഗറി ആയിട്ടാണ് വരിക. പാർട്ട് A എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ പേപ്പർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നമുക്ക്. അതിൽ നിന്ന് 20 ചോദ്യങ്ങളാണ്, 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ഉൾപ്പെടുത്താറുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് B എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ടോപ്പിക് ഏതാണോ, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ വിഷയം ഏതാണോ അതിൽ നിന്നാണ്, നമുക്ക് മലയാളത്തിൽ നിന്നാണ്
80 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നത്. രണ്ടും വളരെ പ്രധാനമാണ്. ചില ആളുകൾ ഇപ്പോ ജനറൽ PSC ഒക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പാർട്ട് എ ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഇങ്ങനെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഇതായിരിക്കാം. ഇനി മലയാളത്തിനാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ 80 മാർക്കിന് വളരെ സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലയാളം കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. ഒരു ഏതെങ്കിലും ഒരു ഡിഗ്രിയും, അത് നമ്മുടെ BA മലയാളം എന്നുള്ള നമ്മുടെ ഡിഗ്രിയും, അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ B.Ed, കേട്ടറ്റ്. ഇനിയിപ്പോ കേട്ടറ്റ് അല്ല, നമ്മൾ സെറ്റ് ക്വാളിഫൈഡ് ആണെങ്കിലും കേട്ടറ്റ് ഇല്ല, സെറ്റും നെറ്റും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാം. ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത് 1.25 മണിക്കൂർ, അത് 1 മണിക്കൂറും 15 മിനിറ്റും. ഇപ്പോഴത്തെ നിലയിൽ അത് 1.5 മണിക്കൂർ ആക്കിയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ധാരണ. അപ്പൊ നമുക്കൊരു 15 മിനിറ്റും കൂടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് PSC തരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. ആ നെഗറ്റീവ് മാർക്ക് നമ്മൾ വിചാരിക്കും ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 0.33 ആണ് നമ്മുടെ നെഗറ്റീവ് മാർക്ക്. അതായത് നമ്മൾ എഴുതിയതിൽ നമ്മൾ മൊത്തം ഇപ്പൊ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ 100 എണ്ണം, പക്ഷെ 100 എണ്ണവും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മൾ നെറ്റ് പരീക്ഷയൊന്നും അല്ലെങ്കിൽ നെറ്റും സെറ്റൊന്നും അറ്റൻഡ് ചെയ്യുന്ന പോലെ ഒരു ഇതല്ല. നെഗറ്റീവ് മാർക്ക് വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യരുത്. നമ്മൾ ഏറിപ്പോയാൽ ഒരു 80 ചോദ്യം വരെയൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്ക് അത്രയും ഷുവർ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ പേപ്പറിലൂടെ തിരിച്ചു വരും. അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലും സംശയം തോന്നിയ ചില ചോദ്യങ്ങൾ അവിടെ എവിടെ നമ്മളിങ്ങനെ ജസ്റ്റ് ഡോട്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് പോവുമല്ലോ, എന്നിട്ട് തിരിച്ച് നമ്മളൊരു റീഅപ്പിയറിംഗ് ഉണ്ടാവും. ഒന്നും കൂടെ നമ്മൾ തിരിച്ചു വന്ന് ആ ചോദ്യങ്ങളിലൂടെ ഒന്നുകൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടിയേക്കാം. അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ ആ ചോദ്യങ്ങൾക്ക് OMR ഷീറ്റിൽ ഉത്തരം രേഖപ്പെടുത്താം. അപ്പൊ 80 ചോദ്യമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മൊത്തത്തിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോ 80 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു. ഈ 80 ചോദ്യങ്ങളിൽ നമ്മുടെ ശരിയാവുന്നത് ഒരു 60 ചോദ്യമോ അല്ലെങ്കിൽ ഒരു 64 ചോദ്യമോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 70 എന്ന് തന്നെ വെക്കാം. അപ്പൊ ഒരു 10 ചോദ്യങ്ങൾ എന്ത് ചെയ്യാണ്, അത് തെറ്റി പോവുകയാണ് അല്ലെ. അപ്പൊ 70 ഉത്തരങ്ങൾ ശരിയായി, 10 എണ്ണം തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ ഇതിൽ 1 തെറ്റിയാൽ 0.33 മാർക്ക് നമുക്ക് പോകും. അപ്പൊ 3 ഉത്തരങ്ങൾ തെറ്റിയാൽ നമ്മൾ 1 മാർക്ക് പോകും. അപ്പൊ ഓൾറെഡി നമുക്ക് 70 മാർക്കാണ് കിട്ടുന്നത്. ഇനി പ്ലസ് ആ 10 ചോദ്യങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് അവിടെ പോകും. അപ്പൊ ഈ 70-ൽ നിന്ന് വീണ്ടും അത് എത്രയായിട്ട് വരും, 67 മാർക്കായിട്ട് വരും. ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ മാർക്ക് ഒന്ന് കുറയാം. നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോവുകയും ഒക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇതൊക്കെ പരീക്ഷാ ഹാളിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ പ്രിപ്പറേഷന്റെ സമയത്ത് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എക്സാം സെന്ററിൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഈ നെഗറ്റീവ് മാർക്കിന്റെ കാര്യം എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ഇതിലൊക്കെ പറയുന്ന പോലെ കുത്തണം കുത്തണം എന്ന് നമുക്ക് തോന്നും, പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത്. വളരെ ആലോചിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ആ ചോദ്യത്തെ അല്ലെങ്കിൽ ആ പരീക്ഷാ പേപ്പറിനെ നേരിടാനായിട്ട് പാടുകയുള്ളൂ. ഇനി നമുക്ക് ഈ സിലബസിനെ ഒന്ന് സാമാന്യമായിട്ട് മനസ്സിലാക്കാം. നിങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് തന്നെ ആയിരിക്കും. നമ്മൾ ഇതൊന്ന് പറഞ്ഞ് നമ്മുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് പോവാം എന്ന് വിചാരിച്ചിട്ടാണ്. 2 പാർട്ടാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. HSA മലയാള സിലബസ് നിങ്ങൾ ഇപ്പൊ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും സിലബസ് എന്ത് കാരണം കൊണ്ടാണ് ഒന്നുകിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി കയ്യിൽ വെക്കുകയോ അല്ലെങ്കിൽ അതൊന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുകയോ നിർബന്ധമായും ചെയ്തിരിക്കണം. കാരണം സിലബസ് ഫോണിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും സിലബസിനെ അങ്ങനെ എടുത്ത് നോക്കുകയോ, അല്ലെങ്കിൽ നമുക്ക് അതിൽ ഒരു സിലബസ് ടു സിലബസ് സ്റ്റഡി ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന PSC പരീക്ഷകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ തന്നെ മലയാളത്തിന്റെ ഒക്കെ വളരെ ചുരുങ്ങിയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ കവിതയുടെ ഒക്കെ ഒരു കാറ്റഗറിയിൽ കവികളുടെ പേരൊക്കെ വളരെ കുറച്ചേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയോ ചോദിച്ചാൽ പോരാ അല്ലെ. ഇനി നമുക്കൊരു സിലബസ് വരാനും ഉണ്ട്. എക്സാമിന് മുൻപായിട്ട് നമുക്കൊരു സിലബസ് വരും. ഒരു പക്ഷേ നിലവിലിരിക്കുന്ന HSAയുടെ സിലബസിനേക്കാൾ അത് കുറച്ചുകൂടി
വിപുലപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. കഴിഞ്ഞ HSST അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. കഴിഞ്ഞ HSST പരീക്ഷ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയുന്നുണ്ടാവും. പരീക്ഷയ്ക്ക് ഒരു 2-3 മാസങ്ങൾക്ക് മുൻപ് PSC അതുവരെ ഉണ്ടായിരുന്ന HSSTയുടെ സിലബസ് അല്ലാതെ വളരെ പുതിയ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു സിലബസ് നൽകുകയുണ്ടായി. അത് കുറെ അധികം ഉദ്യോഗാർത്ഥികളെ വല്ലാതെ രീതിയിൽ വലയ്ക്കുകയും, കാരണം അതുവരെ അതിൽ ഉൾപ്പെടാത്ത കുറേയധികം വിഷയങ്ങൾ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു. ആ സിലബസ് യഥാർത്ഥത്തിൽ കോളേജിയറ്റ് പരീക്ഷയുടെ സിലബസ് ആയിരുന്നു. അതിന്റെ ജസ്റ്റ് ഒരു ഹെഡിങ് മാറ്റിയിട്ട് കോളേജിയറ്റിന്റെ അത്രയും വിശാലമായ അതേ സിലബസ് ആണ് കഴിഞ്ഞ HSST പരീക്ഷയ്ക്ക്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറുടെ പരീക്ഷയ്ക്ക് PSC നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതേ നിലവാരത്തിൽ തന്നെ ഇതും പ്രതീക്ഷിക്കണം. കഴിഞ്ഞ പാർട്ട് ടൈം എഴുതിയ ആളുകൾക്കാണെങ്കിലും അറിയുന്നുണ്ടാവും. അതിന് തൊട്ടു മുൻപ് നടന്ന HSA പാർട്ട് ടൈമിന്റെ ചോദ്യപേപ്പർ നോക്കുന്ന സമയത്ത് 100 ചോദ്യങ്ങളിൽ നമുക്ക് 90 എണ്ണവും കണ്ണുകൂട്ടി എഴുതാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു പതിവ് അപ്പാടെ തെറ്റിച്ചുകൊണ്ട് കഴിഞ്ഞ പാർട്ട് ടൈമിന്റെ പരീക്ഷ വളരെ കുറച്ചുകൂടെ കാഠിന്യമേറിയതാക്കുകയും വളരെ സൂക്ഷ്മമായിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷാ പേപ്പറിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കഠിനമാവാനേ സാധ്യതയുള്ളൂ. ഒരിക്കലും ഈസി ആയിട്ട് ഇനി ഒരു ചോദ്യപേപ്പർ PSC നൽകില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാനും റെഫർ ചെയ്യാനും. നമുക്ക് എവിടുന്ന ചോദ്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിലും അതിനെ സ്വീകരിച്ച് അല്ലെങ്കിൽ അതിനെ ഉള്ളിലേക്ക് എടുക്കാനും വേണ്ടിയിട്ട്. അപ്പൊ ഈ പാർട്ട് A എന്ന് പറയുന്ന ഈ ജനറൽ പാർട്ടിന്റെ ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും 3 മൊഡ്യൂളുകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, അല്ലെ? നവോത്ഥാനവും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെന്റ്സും ഒക്കെയാണ് മൊഡ്യൂൾ 1. മലയാളംകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. കാരണം നമ്മൾ കേരള സംസ്കാരം അഥവാ കേരള ചരിത്രം, കേരള സംസ്കാരം ഒക്കെ പഠിക്കുന്നവരാണ്, അല്ലെ? നമ്മൾ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളിലൂടെയും രാജാക്കന്മാരിലൂടെയും സംഘകാലത്തിലൂടെയും അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ തന്നെ ഐക്യകേരള പ്രസ്ഥാനം തുടങ്ങി നമ്മുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വളരെ റീസെന്റ് ആയിട്ട് വരുന്ന ചരിത്രം വരെ നമ്മൾ പഠിക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം. അതുകൊണ്ട് നമുക്ക് അതൊരു ബോണസ് പോയിന്റ് ആണ് എന്ന് തന്നെ നമുക്ക് അവിടെ പറയാൻ പറ്റും. സോഷ്യൽ സയൻസുകാരെയൊക്കെ പോലെ തന്നെ നമുക്കും അതൊരു ബോണസ് പോയിന്റ് ആണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിനനുസരിച്ച് അതിന് നിങ്ങൾക്ക് നമ്മുടെ PSCയുടെ, അതായത് ഈ ഒക്കെ കൊടുക്കുന്ന ജനറൽ PSCയുടെ ജനറൽ PSCയുടെ റാങ്ക് ഫയലുകളൊക്കെ നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ റാങ്ക് ഫയലൊക്കെ വെച്ചിട്ടാണ് ജനറൽ പാർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഉപയോഗപ്രദമാവുകയും ചെയ്യും. പിന്നെ ജനറൽ നോളേജ് ആൻഡ് കറന്റ് അഫയേഴ്സ് എന്നുള്ള ഭാഗമാണ്. കറന്റ് അഫയേഴ്സ് നമുക്കിപ്പോ റീസെന്റ് ആയിട്ട് നൊബേൽ സമ്മാനം ഉണ്ടെങ്കിൽ, അതായത് വളരെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കിപ്പോ എക്സാം എന്നാണോ വരുന്നത് അതിനൊരു 3-4 മാസങ്ങൾക്ക്, ഏറിപ്പോയാൽ ഒരു 5 മാസത്തിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കറന്റ് അഫയേഴ്സിൽ വരിക. ജനറൽ നോളജിൽ പിന്നെ എന്തും ചോദിക്കാം, പക്ഷെ നമ്മളെ ഒരുപാട് ചോദ്യങ്ങൾ ആ മേഖലയിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്കൊരു ആശ്വാസം എന്നുള്ളത്. പക്ഷെ വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ അവിടെ പഠിച്ചു വെക്കുക. മറ്റൊന്ന് നമ്മുടെ BEd പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണല്ലേ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ മെത്തഡോളജീസ് ആണ്. നമ്മുടെ ലേണിംഗ് തിയറീസ് വരും, അതുപോലെ സ്ട്രാറ്റജീസ്, ടീച്ചിങ് സ്ട്രാറ്റജീസ് അവിടെ വരും, അതുപോലെ തന്നെ ചില പോളിസീസ് അവിടെ ഉൾപ്പെടും. അങ്ങനെയുള്ള ചില ഘടകങ്ങളാണ് ഈ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് വരുന്നത്. വളരെ റീസെന്റ് ആയിട്ട് BEd കഴിഞ്ഞിറങ്ങിയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം നമുക്കറിയാം BEd ഒരു മലയാളംകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന്റെ തിയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് കൂടുതലും ഇംഗ്ലീഷ് ടെക്സ്റ്റുകളാണ് ഉള്ളത്. മലയാളം ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് അത്ര അങ്ങോട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനും ഒന്നുമല്ല നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചു കാലം മുന്നേ കഴിഞ്ഞവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ട് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, എങ്കിലും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന നിലയിൽ
ഈ മെത്തഡോളജി ഒക്കെ നമ്മൾ നന്നായിട്ട് നോക്കുക തന്നെ വേണം. ഇതാണ് നമ്മുടെ മെയിൻ. ഇത് മൊത്തം 20 മാർക്കിനാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് ആലോചിച്ച് വെക്കുക. അതുകൊണ്ട് തന്നെ വലിയ സമയം അതിനു വേണ്ടി കളയണമെന്നും ഞാൻ പറയില്ല. പക്ഷെ എന്ന് വെച്ച് ഒട്ടും നോക്കാതെയും പോവാനായിട്ട് പാടില്ല. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് അല്ലെ, മലയാള കവിത, നോവല്. നമ്മൾ മലയാളത്തിൽ പഠിക്കുന്ന എന്തൊക്കെ ഉണ്ടോ അത്രയും കാര്യങ്ങൾ നമുക്ക് എന്തിൽ വരുന്നുണ്ട്, സിലബസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതിൽ സിലബസിൽ മൊത്തം 8 ഭാഗങ്ങളായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സിലബസ് ഉണ്ടാവും എനിക്കറിയാം, ഞാൻ സമയം കളയല്ല, പെട്ടെന്ന് ഓരോന്നിനും പഠിക്കേണ്ട ഒരു സ്ട്രാറ്റജി പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പ്രത്യേകമായിട്ടും പറയുന്നത്. അതിൽ മലയാള കവിത എന്നുള്ള ഒന്നാമത്തെ മൊഡ്യൂള് ഈ നിലവിലുള്ള നമ്മുടെ സിലബസ് വെച്ചിട്ട് ഏത് മൊഡ്യൂളിലാണ് പ്രയോറിറ്റി കൊടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഈ മലയാള കവിത എന്നുള്ള ഒന്നാമത്തെ മൊഡ്യൂൾ തന്നെ എടുത്തു നോക്കൂ. നിങ്ങൾ നെറ്റിന്റെ സിലബസ് കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ, നെറ്റ് എക്സാമിന്റെ സിലബസ് കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രാചീന കവിത, ആധുനിക കവിത എന്നീ 2 മൊഡ്യൂളുകളായിട്ട് വ്യത്യസ്തമായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ PSCയുടെ ഈ ഒരു സിലബസിനെ സംബന്ധിച്ചിടത്തോളം മലയാള കവിത എന്ന് പറഞ്ഞിട്ട് പ്രാചീന കവിത മുതൽ സമകാലിക കവിത വരെ ഉള്ള ഒരു വലിയ ചരിത്രത്തെയാണ് അവർ ഒരൊറ്റ മൊഡ്യൂളിലാക്കിയിട്ട് ഒതുക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ ആലോചിക്കണം, പാട്ടുപ്രസ്ഥാനം തുടങ്ങി മണിപ്രവാളവും കണ്ണശകൃതികളും അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ ഉൾപ്പെടെയുള്ള ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നിന്ന് തുടങ്ങി വളരെ റീസെന്റ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഉത്തരാധുനികവും കഴിഞ്ഞ് ഉത്തരാധുനികതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സിലബസ് ആണ്, അല്ലെങ്കിൽ ഒരു മൊഡ്യൂളാണ് ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ആ ഒന്നാമത്തെ മൊഡ്യൂള് അതിൽ തന്നെ വീണ്ടും 6 പാർട്ടൊക്കെ ആയിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, കാൽപ്പനികത എന്ന് പറഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ 1-2 കവികളുടെ പേര് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ സിലബസ് നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 കവികളെ പഠിച്ചാൽ പോരെ? പക്ഷെ പോരാ അല്ലെ. നമുക്കറിയാം അതങ്ങനെ പഠിച്ചാൽ യാതൊരു ഗുണവും ഇല്ല. കാരണം അവരത് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമാണ് അത് കൊടുത്തിരിക്കുന്നത്. അതേസമയം ആ കവികൾ ഉൾപ്പെടുന്ന ആ കാലഘട്ടത്തിലെ എല്ലാ കവികളെയും നമ്മൾ അവിടെ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഒന്നാമത്തെ മൊഡ്യൂളിന്റെ എന്നല്ല, പൊതുവെ ഇതിന്റെ മൊഡ്യൂളുകളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് തന്നെ ഇപ്പൊ മലയാള കവിത എന്നുള്ള ഒന്നാമത്തെ മൊഡ്യൂള് പഠിക്കണം, അല്ലെങ്കിൽ അത് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പാഠ്യപ്രസ്ഥാനം മുതൽ ഉത്തരാധുനിക കാലം വരെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പാഠ്യപ്രസ്ഥാനത്തിന് പഠിക്കാൻ ഏത് ടെക്സ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കവിതയ്ക്ക് പഠിക്കാൻ കാൽപ്പനിക കവിതയെ പഠിക്കാൻ ഏത് ടെക്സ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുക, ഉത്തരാധുനികതയ്ക്ക് ടെക്സ്റ്റ് ഉണ്ടോ പഠിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് അതിന് പെർട്ടിക്കുലർ ആയിട്ട് ഉണ്ടോ അല്ലെ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡാറ്റാസ് വളരെ കൂടുതലാണ്. നമുക്ക് എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്സ് എന്നായാലും നെറ്റ് എന്നായാലും അല്ലെങ്കിൽ എവിടുന്നാണെങ്കിലും നമുക്ക് ഡാറ്റകൾ കിട്ടും. ഈ കിട്ടുന്ന ഡാറ്റകളെ നമ്മുടെ മൈൻഡിലേക്ക് അതിങ്ങനെ ഒരു വളരെ ഡിസോർഡർ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ഓർമ്മയിലേക്ക് വരില്ല. അതിനെ ഇങ്ങനെ നമ്മളൊരു ഷെൽഫിൽ ഇങ്ങനെ അടുക്കി വെക്കുന്നത് പോലെ അടുക്കി വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ കിട്ടുന്ന ഡാറ്റാസ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കൂടുതൽ ഫോണ് ബന്ധപ്പെടുത്തി പഠിക്കുന്ന ആളുകളായിരിക്കും. ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തുണ്ടെങ്കിലും PDF ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവിടെ വന്ന് ഇങ്ങനെ നിറയും. നമ്മുടെ സ്റ്റോറേജും മറ്റും ഇങ്ങനെ നിറയുന്ന പോലെ തന്നെ ഈ സാധനങ്ങൾ അവിടെ ഇങ്ങനെ നിറയും. അത് ചിലപ്പോൾ നമ്മുടെ മൈൻഡിലും നിറയുന്നുണ്ടാവുമായിരിക്കാം. പക്ഷെ ഇത് എവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങളെ വളരെ പെർട്ടിക്കുലർ ആയിട്ടും അതുപോലെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ പരസ്പരം ഒരു കണക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നന്നായി പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ ഈ ഓരോ വിഷയത്തിനും ഓരോ പെർട്ടിക്കുലർ ടെക്സ്റ്റുകൾ തന്നെ നമ്മൾ നോക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ പാഠ്യപ്രസ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ KM ജോർജിന്റെ സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ വിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ആണ് സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന് പറയുന്നത്. അതിൽ തന്നെ കവിത പഠിക്കണമെങ്കിൽ ജോർജിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് ആധുനിക സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെയും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുപോലെ ലീലാവതി ടീച്ചറുടെ കവിതാ സാഹിത്യ ചരിത്രം, കവിത പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടെക്സ്റ്റാണ്. നമുക്ക് വരികളൊക്കെ ചോദിക്കുന്നത് അതിൽ നിന്നാണ്. ചിലരുടെ അഭിപ്രായങ്ങൾ അതിൽ നിന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് വരെ കുഞ്ചൻ നമ്പ്യാരും ചങ്ങമ്പുഴയും ലീലാവതി ടീച്ചർ തമ്മിൽ താരതമ്യം ചെയ്തൊരു ചോദ്യം വന്നിരുന്നു.
ആ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കാരണം രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ, അതായത് തമ്മിൽ ഒട്ടും ബന്ധമില്ലാത്ത രണ്ട് കാലഘട്ടങ്ങളിലെ രണ്ട് കവികളെയാണ് ടീച്ചർ അവിടെ താരതമ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഞ്ചൻ നമ്പ്യാരും ചങ്ങമ്പുഴയും കുറിച്ചുള്ള എന്തോ താരതമ്യം ആയിരുന്നു അത്. അപ്പൊ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അത് ആരെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നായിരുന്നു ചോദ്യം. ആ സെന്റൻസ് കൊടുത്തിട്ട് അതിൽ കവികളെ പറഞ്ഞിട്ട് ഇത് ആര് പറഞ്ഞതാണെന്ന് പോലും അല്ല, ഏത് കവികളെ കുറിച്ചിട്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് വളരെ സൂക്ഷ്മമായിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് ഇത്തരം സാഹിത്യ ചരിത്രങ്ങളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോഴും നമുക്കതിന് സമയമുണ്ട്. ഒരു ദിവസം നമ്മൾ 10 പേജ് എന്നുള്ളത് 20 പേജോ 30 പേജോ ആക്കി കഴിയണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ റീഡിംഗ് സ്റ്റൈല് നമ്മളൊന്ന് മാറ്റണം. മറ്റത് നമ്മളിങ്ങനെ ഓരോ വരിയും ഇങ്ങനെ വായിച്ച് അത് വേണോ അത് വേണ്ടോ എന്ന് ആലോചിച്ചിരിക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. നമ്മൾ പഠിക്കുന്നുണ്ട് ബി എഡിൽ സ്കിപ്ഡ് ലേണിംഗ്, സ്കിന്നർ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലേണിംഗ് അല്ലെങ്കിൽ റീഡിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 2 ദിവസം 3 ദിവസം നമുക്ക് ഒരു പക്ഷേ ഇതെല്ലാം വേണം എല്ലാം വേണം എന്നുള്ള തോന്നലുണ്ടാവും. പക്ഷെ 4 5 ദിവസം ആകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും വായിക്കുമ്പോൾ ഇതിൽ ഏത് പോയിന്റ് ആണ് എനിക്ക് ആവശ്യം, അല്ലെങ്കിൽ ഇത് ഏത് പോയിന്റ് ആണ് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത്. ഐ എം ഷുവർ നിങ്ങൾ 4 ദിവസം അത് വായിച്ചു കഴിയുമ്പോൾ 5ാമത്തെ ദിവസം നിങ്ങൾക്ക് ആ ബോധം അല്ലെങ്കിൽ ആ ഒരു തോന്നൽ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അത് വരും. അല്ലെങ്കിൽ ഒരു വരി കാണുമ്പോൾ ഇത് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ധാരണ നമുക്ക് ഇതിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ളതാണ്. ഉത്തരാധുനിക ഇതിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ടെക്സ്റ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിന് നമുക്ക് എന്തിനെ ഉപയോഗിക്കാം? നമ്മുടെ നെറ്റ്വർക്ക് അഥവാ നമ്മള് ക്രോമിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയോ കിട്ടുന്ന ഉപയോഗിക്കാം. നമ്മുടെ കളിൽ വരുന്ന കവിതകളെ നമുക്കതിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന എന്തെങ്കിലും പുതിയ കൃതികൾ ഉണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കാം. ഓരോ കവികളെയും പെർട്ടിക്കുലർ ആയിട്ട് എടുത്ത് അവരുടെ കൃതികളുടെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. വളരെ എളുപ്പം നടക്കുന്ന ഒരു പണിയാണ് കേട്ടോ അത്. ഉത്തരാധുനിക കവിതകളെ സംബന്ധിച്ചിടത്തോളം ഓരോ കവിയെയും നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ആ കവിയുടെ എന്ത് പഠിക്കുന്നു? പ്രധാനപ്പെട്ട കൃതികളുടെ പേര് പഠിച്ചു വെക്കുന്നു. വരികൾ നമുക്ക് അപ്പോ സ്വാഭാവികമായിട്ടും പിന്നീട് നമ്മളിങ്ങനെ ഈ പേര് വെച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതും ഇങ്ങനെ കിട്ടും. അതിങ്ങനെ നമ്മൾ ജസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ ഫ്രീ ടൈമിൽ ചെയ്താൽ മതി. പഠിക്കുന്ന സമയത്ത് പെർട്ടിക്കുലർ ആയിട്ട് ഇരുന്ന് എഴുതണമെന്ന് പോലും ഇല്ല. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് റീൽസും ഇതൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നാൽ അത് നമ്മളൊരു ഹാബിറ്റ് ആയിട്ട് മാറും. അങ്ങനെയും നമുക്ക് പഠിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ മലയാള നോവലും ചെറുകഥയും എന്നുള്ള 2ാമത്തെ മൊഡ്യൂൾ, ഇതും ഈ പറഞ്ഞതുപോലെ ആ ആദ്യകാലം തൊട്ടുള്ള നോവലിന്റെ ചരിത്രം തൊട്ട് ഇന്നത്തെ നോവൽ വരെയും, ചെറുകഥയും അതേപോലെ തന്നെ അതിന്റെ ചരിത്രം മൊത്തം വരുന്ന ഒരു മൊഡ്യൂളാണ് ഈ മലയാള നോവലും ചെറുകഥയും എന്ന് പറയുന്നത് അല്ലെ. ഇതില് അച്യുതന്റെ ചെറുകഥ സാഹിത്യ ചരിത്രം നോക്കാതെ നമുക്ക് ആ ഭാഗം പഠിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നോവലിൽ നമ്മൾ കുറച്ചുകൂടി KM ജോർജിന്റെ ആധുനിക സാഹിത്യ ചരിത്രം തന്നെ ഉപയോഗിക്കുന്നതിലും പ്രശ്നമില്ല. പക്ഷെ നോവലുകൾ പഠനങ്ങൾ, ഈ നോവലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടി ആൻസർ ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഏരിയ ആയിരിക്കും നോവലുകൾ. നമ്മൾ വായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വായനാശീലമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് തരം ഇത് വായിക്കാനാണ്, കാറ്റഗറി വായിക്കാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മൾ നോവൽ എന്നാ പറയാം. അപ്പൊ നോവലിനെ കുറിച്ച് അത്യാവശ്യം ഒരു ധാരണ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയത്. പക്ഷെ എങ്കിലും നമ്മളത് സാഹിത്യ ചരിത്രം റെഫർ ചെയ്തുകൊണ്ട് തന്നെ നോക്കുകയും വേണം. ആദ്യകാല നോവലുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ പ്രത്യേകമായിട്ടും ഉണ്ടാക്കിയെടുക്കുകയും വേണം. അതിൽ തന്നെ CVയുടെ നോവലുകളൊക്കെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ പുല്ലേലി കുഞ്ചു അതിൽ നിന്നൊക്കെ വരികൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ ജോർജ് ഇരുമ്പയത്തിന്റെ ഒക്കെ മറ്റേ ആദ്യകാല നോവലുകൾ എന്ന് പറഞ്ഞിട്ട് തന്നെയുള്ള ഒരു പുസ്തകമൊക്കെ ഉണ്ട്. അതൊക്കെ എന്തായാലും ഒന്ന് ചെറിയൊരു പുസ്തകം, നമ്മൾക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ആ ഭാഗങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി ഉപയോഗപ്രദമായിരിക്കും. ഗദ്യസാഹിത്യം എന്നുള്ള മൊഡ്യൂളും ഈ പറഞ്ഞ പോലെ ജീവചരിത്രവും സഞ്ചാരവും ആത്മകഥയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഈ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ ഒക്കെ, ഗവേഷണ ഗ്രന്ഥങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു മൊഡ്യൂളാണ് ഗദ്യസാഹിത്യം എന്ന് പറയുന്നത്. നിങ്ങൾ ജീവചരിത്രവും ആത്മകഥയും അതുപോലെ തന്നെ സഞ്ചാര സാഹിത്യവും ഒക്കെ മറ്റെവിടുന്ന് പഠിച്ചില്ല എന്നുണ്ടെങ്കിലും KM ജോർജിന്റെ ടെക്സ്റ്റ് മാത്രം പഠിച്ചാലും മതി. അത് മാത്രം മതി. അതിൽ നിന്നാണ് ചോദിക്കുന്നത്. അതിലെ പക്ഷെ ലൈൻ ബൈ ലൈൻ ആയിട്ട് അത് വായിക്കുക തന്നെ വേണം, വായിച്ച് കുറിപ്പെടുക്കണം.
എങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ഇത് കിട്ടുള്ളൂ. വൈജ്ഞാനിക സാഹിത്യം എന്ന് പറഞ്ഞിട്ടുള്ള ആ മൊഡ്യൂളിൽ ആ ഒരു ഭാഗത്ത് നിങ്ങൾ കൺമണിയുടെ ടെക്സ്റ്റ് ഉണ്ട്, സമ്പൂർണ്ണ മലയാള സാഹിത്യ ചരിത്രം. അതിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്കത് ടെക്സ്റ്റ് മുഴുവനായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൈവശമുള്ള ആരുടെന്നെങ്കിലും ആ ഒരു ഭാഗം മാത്രം ഒന്ന് ഫോട്ടോ എടുത്ത് അയക്കാനോ, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഈ സമയങ്ങൾ പ്രയോജനപ്പെടുത്തുക, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിക്കൊണ്ടും മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളെ നേരിടാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ നിരൂപണത്തിന്റെ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പാശ്ചാത്യവും പൗരസ്ത്യവും മലയാള നിരൂപണവും ഒരുമിച്ച് വരുന്ന ഒരു കാറ്റഗറിയാണ് ഇവിടുത്തെ നിരൂപണം എന്ന് പറഞ്ഞ ഒരു ഒറ്റ മേഖലയിൽ ഒതുക്കിയിരിക്കുന്നത്. മലയാള സാഹിത്യ വിമർശനവും പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളും ഒരു വലിയ മേഖലയെ നിരൂപണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ മൊഡ്യൂളിലാക്കിയിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് നിരൂപണം എന്നുള്ള ഭാഗം, മലയാള നിരൂപണം എന്നുള്ള ഭാഗം സുകുമാർ അഴീക്കോടിന്റെ മലയാള സാഹിത്യ വിമർശനം നോക്കാതെ ഒരിക്കലും മുന്നോട്ട് പോവരുത്. അതിന്റെ കോപ്പികൾ ഇപ്പൊ കിട്ടാൻ ഭയങ്കര പാടാണ് വാങ്ങിക്കാനാണെങ്കിൽ. പക്ഷെ ലൈബ്രറികളിലോ മറ്റോ പോയി അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ച് ഭാഗങ്ങളെങ്കിലും വായിച്ച് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുക തന്നെ വേണം. അതുപോലെ തന്നെ പാശ്ചാത്യവും പൗരസ്ത്യവും അതിന് നിങ്ങൾ വേറെ ഏത് ടെക്സ്റ്റ് നോക്കിയില്ല എന്നുണ്ടെങ്കിലും നെല്ലിക്കൽ മുരളീധരന്റെ വിശ്വസാഹിത്യ ദർശനങ്ങൾ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ആ ടെക്സ്റ്റിലൂടെ നിങ്ങൾ ഒരു 2 or 3 വട്ടം വായിച്ച് കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഭാഗത്ത് നിന്ന് വേറെ എവിടെ നിന്നും നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, വേറെ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. വളരെ കൃത്യമായിട്ട് ചോദ്യം അതിൽ നിന്ന് തന്നെയാണ് വരിക. വേറെ പഠനങ്ങളോ ഒന്നും തന്നെ അതിന് നോക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ടും പറയാനായിട്ട് ഉള്ളത്. ഭാഷാശാസ്ത്രവും വ്യാകരണവും അല്ലെ, നമുക്കറിയാം ഒരുപക്ഷെ പലർക്കും ഇഷ്ടക്കേടുള്ള അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് പ്രശ്നമാണെന്ന് തോന്നുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഭാഷാശാസ്ത്രവും വ്യാകരണവും. അതിന് ഭാഷാശാസ്ത്രത്തിന് നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കേണ്ട ഒരു ടെക്സ്റ്റ് നമ്മുടെ പ്രഭാകരവാര്യരുടെ ഭാഷാശാസ്ത്ര വിവേകമാണ്. അത് വേറെ ഒരു ടെക്സ്റ്റും ഭാഷാശാസ്ത്രത്തെ കുറിച്ച് പ്രബോധൻ നായരുടെ ഒക്കെ ഇഷ്ടംപോലെ ടെക്സ്റ്റുകളുണ്ട്, അതൊന്നും നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. ഭാഷാശാസ്ത്ര വിവേകം നന്നായിട്ട് നോക്കണം. നമ്മൾ PGക്ക് ഒക്കെ പഠിക്കുമ്പോൾ ഉണ്ടാക്കി വെച്ച നോട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഡിസ്റ്റൻസ് മെറ്റീരിയലുകൾ അതിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പക്ഷെ നമ്മുടെ ചുരുങ്ങിയ സമയം എന്നുള്ളത് കൊണ്ട് ആ ഒരു എന്താണ് അതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളത് ഞാൻ വീണ്ടും പറഞ്ഞു വെക്കുകയാണ്. പക്ഷെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ നിങ്ങൾക്ക് ആ വിഷയത്തിലേക്ക് എത്തണം അല്ലെങ്കിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഭാഷാശാസ്ത്ര വിവേകം നന്നായിട്ട് വായിക്കുക. ചെറിയൊരു പുസ്തകമാണ്, നമ്മൾ ഒരുപക്ഷെ 2 ദിവസം 3 ദിവസമൊക്കെ ഇരുന്നാൽ ഭാഷാശാസ്ത്രത്തിന്റെ ഭാഗം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. വളരെ ഉത്തരവാദിത്തമായിട്ടുള്ള സമീപനങ്ങളൊന്നും അതിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല. ഘടനാവാദോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ അധികം ഉണ്ടാവാൻ, ആഖ്യാന വിജ്ഞാനമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ആ ഭാഗത്തൊന്നും ചോദ്യങ്ങളും അധികം ഉണ്ടാവാറില്ല. അത് കൂടുതലും നമ്മുടെ പാശ്ചാത്യവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അത് പിന്നീട് ചോദിക്കുകയാണെങ്കിൽ തന്നെ ചോദിക്കാറുള്ളത്. അപ്പൊ ഭാഷാശാസ്ത്രത്തിന് ഈ ടെക്സ്റ്റും നിങ്ങളുടെ PG നോട്ട് ഉണ്ടെങ്കിൽ അതും അത്ര മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഭാഗം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. വ്യാകരണത്തിനും അതുപോലെ തന്നെ കേരള പാണിനീയം ഇല്ലാതെ വ്യാകരണം ആരും പഠിക്കരുത്. ആ ലൈൻ ബൈ ലൈൻ പലപ്പോഴും നിങ്ങൾ ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ടാവും, അതിൽ നിന്ന് ഇടയിൽ നിന്ന് വരെ എടുത്ത് കേരള പാണിനി പറഞ്ഞ അഭിപ്രായങ്ങളെ വരെ എടുത്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കാരികകൾ ഇനി നമുക്ക് പഠിക്കാനുള്ള സമയമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. PGക്കും UGക്കൊക്കെ നമുക്ക് വ്യാകരണം ഉള്ളത് കൊണ്ട് തന്നെ കാരികകളൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ ഈ കാരികകൾ എവിടെ വരുന്നു, അതായത് നമുക്കറിയാലോ കേരള പാണിനീയത്തിന് ധാത്വധികാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ ഭാഗങ്ങളുണ്ട് അല്ലെ, നാമാധികാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഭാഗങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ കാരിക കൊടുത്തിട്ട് ഈ കാരിക ഏത് ഭാഗത്ത് വരുന്നതാണെന്നൊക്കെയാണ് ഇപ്പൊ ചോദിച്ച് കാണുന്നത്. അതുപോലെ തന്നെ ആ ഘട്ടങ്ങൾ, അതായത് ഒരു ഇതിന്റെ തുടക്കം എങ്ങനെയാണ് വരുന്നത് എന്നുള്ള തരത്തിലൊക്കെ ചോദ്യങ്ങൾ വ്യാകരണത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതുപോലെ വ്യാകരണ നയങ്ങളെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അതിന്റെ കൂടെ തന്നെ നോക്കേണ്ട ഒരു ടെക്സ്റ്റ് ആണ് ലീലാതിലകം എന്ന് പറയുന്നത്. ലീലാതിലകവും നിർബന്ധമായിട്ട് ലീലാതിലകം ടെക്സ്റ്റ് തന്നെ വായിക്കണം കേട്ടോ, ടെക്സ്റ്റ് തന്നെ വായിക്കണം. അതും ചെറിയൊരു ഇളംകുളത്തിന്റെ ഒന്നും വേണ്ട, അത്ര വലിയ ടെക്സ്റ്റ് അല്ല, ചെറുതായിട്ടുള്ള വിവർത്തനം വരുന്ന ഒരു ടെക്സ്റ്റ് ലീലാതിലകം നമുക്ക് കിട്ടും.
വളരെ ചെറിയ പൈസയേ ഉള്ളൂ, 30 രൂപയോ അങ്ങനെ എന്തോ ഒരു ചെറിയ പൈസയേ ഉള്ളൂ. അത് എന്തായാലും അതിൽ ഈ സന്ധികളുടെ ഭാഗത്ത് വരുന്ന നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. ആ ഭാഗം നിർബന്ധമായിട്ടും പഠിക്കുകയും വേണം. അപ്പൊ ലീലാതിലകം മസ്റ്റ് ആണെന്നുള്ളത് മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മാധ്യമ പഠനത്തിന്റെ ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അത് നമുക്ക് നമ്മുടെ സാഹിത്യ ചരിത്രങ്ങളിൽ തന്നെ പത്രം വളരെ കൃത്യമായിട്ട് നല്ല എന്താ പറയാ ഒരു റെഫറൻസ് ഗ്രന്ഥാണ് ജോർജിന്റേത്. അതില് സാം ആണ് ആ ഒരു ഭാഗം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ എന്താണ് അച്ചടിയുടെ ചരിത്രമൊക്കെ അതില് നമ്മുടെ പന്മനയുടെ ഭാഗത്തും ഒക്കെ തന്നെ അതില് വരുന്നുണ്ട്. ദൃശ്യകലാ സാഹിത്യം എന്നുള്ള ഈ ഭാഗം, ഇതിൽ നമുക്ക് മാർക്ക് കിട്ടാൻ വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. കാരണം ഇത് നിങ്ങൾ ഇനിയിപ്പോ എന്താ പറയാ മറ്റു ഗ്രന്ഥങ്ങളൊന്നും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും പഴയ ചോദ്യ പേപ്പറുകൾ, അത് നെറ്റിന്റെയോ സെറ്റിന്റെയോ അതെല്ലാം എന്ത് ചോദ്യ പേപ്പറുകളാണെങ്കിലും ഏത് പരീക്ഷയുടെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നെറ്റിന്റെ ഒക്കെ ആണെങ്കിൽ കുറെ കാലം മുമ്പുള്ള ഇഷ്ടംപോലെ ചോദ്യ പേപ്പറുകൾ നമുക്ക് കിട്ടുമല്ലേ. അതിൽ നിന്നൊക്കെ ഈ തുള്ളലിന്റെയും ആട്ടക്കഥയുടെയും ചോദ്യങ്ങൾ, പ്രത്യേകിച്ചും ആട്ടക്കഥയും തുള്ളലും ട്ടോ, തുള്ളലും ആട്ടക്കഥയുടെയും ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതിയെടുത്ത് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഞാൻ 100% പറയുന്നു ആ ഭാഗത്ത് നിന്ന് മാർക്ക് കിട്ടും. കാരണം അതിൽ നിന്ന് പുതിയതായിട്ട് ഒന്നും ചോദിക്കാനില്ല. ചോദിച്ച് പഴകിയത് തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഈ ഒരു സെയിം സ്ട്രാറ്റജി നിങ്ങൾക്ക് പൗരസ്ത്യത്തിലും ഉപയോഗിക്കാം. പാശ്ചാത്യത്തിൽ കുറച്ചുകൂടി പിന്നീടും ഇപ്പോ ഗ്രാംഷിയുടെ ഒക്കെ കാലഘട്ടം അല്ലെങ്കിൽ ഫൂക്കോന്റെ ഒക്കെ വരുമ്പോഴേക്കും പുതിയ പുതിയ ടേംസും എന്താണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് ഞാൻ പാശ്ചാത്യത്തിന് വലുതായിട്ട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷെ പൗരസ്ത്യ സാഹിത്യവും അതുപോലെ തന്നെ ആട്ടക്കഥയും തുള്ളലും ഒക്കെ നമുക്ക് മുൻകാല ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം വേണമെങ്കിലും ആ ഭാഗങ്ങളെ കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സമയം കൊണ്ട്, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് എന്തൊക്കെ നോക്കണം എന്നാണ് ഈ പറയുന്നത്. അല്ലാതെ ഏത് ഇത് തുടങ്ങിയാലും ഇത്ര മാത്രം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ള സമയം വെച്ച് ഓരോ ടോപ്പിക്കിനെയും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആ ഒരു സ്ട്രാറ്റജിയാണ് പറഞ്ഞിട്ടുള്ളത്. സംസ്കാര പഠനത്തിന് SK വസന്തൻ മാഷിന്റെ നമ്മൾ നടന്ന വഴികൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. പിന്നീട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിലും ഡിസ്റ്റൻസ് മെറ്റീരിയലുകൾക്കൊപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള മെറ്റീരിയലുകൾക്കൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടും. ഈ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക് അവർക്ക് സി മാർക്ക് ഇല്ല അല്ലെ, അവര് പകരം ഒരു OMR അവിടെ ഫില്ല് ചെയ്യാണ് ചെയ്യുക. എക്സാം ഹാളിൽ തന്നെ അവർ പരീക്ഷ കഴിഞ്ഞാൽ OMR ആണ് അവര് ഫില്ല് ചെയ്യുക. അതിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻ ബാങ്ക് വളരെ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സംസ്കാര പഠനത്തിന്റെ ഭാഗം വളരെ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും അതിന് ആൻസർ ചെയ്യാനും പറ്റും. SK വസന്തൻ മാഷിന്റെ ഇതെന്തായാലും അതിൽ നോക്കണം. അതുപോലെ തന്നെ അതിൽ തന്നെയാണ് നമുക്ക് ഫോക്ലോറും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോക്ലോറും അതിൽ തന്നെയാണ് വരുന്നത്. അതിൽ ഫോക്ലോറിന്റെ കൃഷ്ണനാരായണ നമ്പൂതിരിയുടെയോ രാഘവൻ പയ്യനാടിന്റെയോ ആരുടെ വേണമെങ്കിലും അതിൽ കുറച്ചുകൂടി രാഘവൻ പയ്യനാടിന്റെ ടെക്സ്റ്റ് ആണ് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലത്. അതോടൊപ്പം അതിൽ ഈ ചില ആചാരങ്ങളെ കുറിച്ച്, ഇപ്പൊ തെയ്യം തിറ പടയണി ഇതിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് പോലും ആവശ്യമില്ല. വളരെ കുറെ അധികം ഡീറ്റെയിൽസ് ടെക്സ്റ്റിന്റെ പുറത്ത് നിന്ന് ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ അത് ഓരോന്ന് നോക്കിയിട്ട് ജസ്റ്റ് എന്താണ് അതിപ്പോ ആര് തമ്മിലുള്ള കഥയാണ് അതിൽ പറയുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ നോക്കിയാൽ മതി, ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആ ചടങ്ങുകളുടെയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് അവിടെ പഠിച്ച് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമേ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഇതിനെ നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് ഇത് നമ്മൾ കടന്നു പോവേണ്ട പ്രധാനപ്പെട്ട ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത്. സാഹിത്യചരിത്രം കാലഘട്ടങ്ങളുടെ എരുമേലിയുടെ ടെക്സ്റ്റ് നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇങ്ങനെ വെക്കാം എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുള്ളൂ. എങ്കിലും വായിച്ചിരിക്കണം. ഇല്ല ടീച്ചറുടെ കവിതാ സാഹിത്യ ചരിത്രം, ചെറുകഥാ സാഹിത്യ ചരിത്രം, അച്യുതന്റെ, അതുപോലെ തന്നെ MM ബഷീറിന്റെ വായിച്ചില്ലെങ്കിലും അച്യുതന്റെ നിർബന്ധമായിട്ട് ഈ ഒരു സമയത്തിനുള്ളിൽ വായിക്കുക. നാടകം സിനിമയും ഉണ്ട് കേട്ടോ, അതിന്റെ ഇടയിൽ ഞാൻ വിട്ടുപോയതാണ്. ദൃശ്യകലയിൽ തന്നെയാണ് നാടകവും സിനിമയും വരുന്നത്. അതിൽ നാടക സാഹിത്യ ചരിത്രം വയലയുടെയോ അല്ലെങ്കിൽ ശങ്കരപിള്ളയുടെയോ വായിക്കുക. KM ജോർജിന്റെ 2 ടെക്സ്റ്റുകൾ, SK വസന്തൻ മാഷിന്റെ സുകുമാർ അഴീക്കോടിന്റെ സാഹിത്യ വിമർശനം, നെല്ലിക്കലിന്റെ വിശ്വസാഹിത്യ ദർശനങ്ങൾ, കേരള പാണിനീയം, ഇതും കൂടെ പൗരസ്ത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാഷാഭൂഷണവും വൃത്തമഞ്ജരിയും. ഭാഷാഭൂഷണം അലങ്കാരങ്ങൾക്ക് പഠിക്കാൻ ഭാഷാഭൂഷണം തന്നെ ഉപയോഗിക്കുക. അതിന്റെ ഉദാഹരണം പഠിക്കുക. പറ്റുമെങ്കിൽ അത് കാണാതെ പഠിക്കുക എന്നുള്ളത് ഞാൻ അവിടെ പറയും. വൃത്തങ്ങളിലും ഞാനത് പറയും, വൃത്തമഞ്ജരിയിലും. ഈ
ഇത് മാത്രം പഠിക്കാൻ ഒരു സമയം നിങ്ങൾ വെക്കരുത്. അതായത് ഇപ്പൊ നമ്മള് എന്താ നോവലുകൾ ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കും, അല്ലെങ്കിൽ ചെറുകഥ ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കും എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെ ഈ ഭാഷാഭൂഷണവും വൃത്തമഞ്ജരിയും അങ്ങനെ ഒരു പ്രത്യേക ദിവസത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വെക്കരുത്. അതിന് പകരം എന്ത് ചെയ്യുക, ഒരു ദിവസം 2 അലങ്കാരം അല്ലെങ്കിൽ ഒരു ദിവസം 3 അലങ്കാരം പഠിക്കുക, ഒരു ദിവസം ഒരു വൃത്തം പഠിക്കുക. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഇതിനെ കൊണ്ടുപോകാനായിട്ട് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടുപ്പ് അനുഭവപ്പെടും. മാത്രമല്ല അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിവസം 2 അലങ്കാരം വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഒരു വൃത്തം വെച്ച് ഓരോന്ന് വെച്ച് പഠിച്ചാലും മതി. അതിനുള്ളത് തീർന്നോളും. അലങ്കാരം 2 3 ഒക്കെ ഒരു ദിവസം പഠിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ വളരെ കൃത്യമായിട്ട് നോട്ട് ഉണ്ടാക്കി പഠിച്ചു പോകണം. പന്മനയുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വൈജ്ഞാനിക സാഹിത്യത്തിനൊക്കെ അത് ഉപയോഗിക്കാം. ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രം ഒത്തിരുന്ന് വായിക്കൊന്നും ആവശ്യമില്ല. പക്ഷെ നാടൻ പാട്ടുകളുടെ ഒരു ഭാഗം അതിൽ നിന്ന് വളരെ പ്രധാനമായിട്ട് തോന്നിയിട്ടുണ്ട്. കൈരളിയുടെ കഥ, ഇത് ഏത് കാറ്റഗറി ഷെഡ്യൂൾ എടുത്ത് പഠിക്കുകയാണെങ്കിലും കൈരളിയുടെ കഥയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രസക്തി ഉണ്ട്. ലീലാതിലകവും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്തായാലും ചോദ്യം ലീലാതിലകത്തിൽ നിന്ന് വരാറുണ്ട്. കഴിഞ്ഞ HSST ഒക്കെ ചോദ്യത്തിൽ ആദ്യ ചോദ്യങ്ങളിൽ തന്നെ 2 3 ചോദ്യങ്ങൾ ലീലാതിലകത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കണമെന്ന് നമ്മൾ പറയാനുള്ളൊരു കാരണം. നമ്മളിപ്പോ ഇതില് പ്രധാനമായിട്ടും പറഞ്ഞത് സിലബസിനെ അതിലെ ഓരോ മൊഡ്യൂളുകളെയും നിങ്ങൾ ഇനിയുള്ള സമയത്ത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ സിലബസിന്റെ ഒരു ഏകദേശ ധാരണ ആണ് നമ്മളിപ്പോ നേടിയെടുത്തിട്ടുള്ളത്. ഇനി അതിന്റെ എഫക്റ്റീവ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയാൻ നമ്മുടെ സമയം, ഇപ്പൊ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാൻ പറ്റും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല പഠിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാനൊരു പൊതു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പൊതു ടൈം ടേബിൾ ഒന്നും ഞാൻ പറയാത്തത്. അത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഇത്ര നേരം പഠിക്കാൻ പറ്റും. ചിലവർക്ക് ചിലപ്പോൾ ഉറക്കം വിട്ട് പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലവർക്ക് വേറെ ഏതെങ്കിലും ജോലികൾ ചെയ്ത് അതിന്റെ ഇടയിൽ കൂടി പഠിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ മറ്റ് പരീക്ഷകൾക്കൊപ്പം പഠിക്കുന്നവരായിരിക്കും. അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മളാണ് നമ്മുടെ സമയത്തെ മാനേജ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ ടൈം മാനേജ്മെന്റ് എന്നുള്ളത് കൃത്യമായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ധാരണയിൽ തന്നെ അത് ചെയ്യണം. ടോപ്പിക് പ്രയോറിറ്റൈസേഷൻ അല്ലെ, ടോപ്പിക് ഏതൊക്കെ ഇപ്പൊ ചിലവർക്ക് ചില ഏരിയകൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഭാഷാശാസ്ത്രം, വ്യാകരണം, പൗരസ്ത്യം, പാശ്ചാത്യം, ആ മേഖലകളിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. അങ്ങനെ നമ്മൾ കോൺഫിഡന്റ് ആയ മേഖലകളെ അതിനുള്ള സമയം നമ്മൾ കുറച്ച് കണ്ടിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പഠിച്ച് എത്താൻ കുറച്ചും കൂടെ സമയം വേണമെന്ന് തോന്നുന്ന ഭാഗങ്ങൾക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുത്തേക്കുക. അതുപോലെ തന്നെ റിവിഷൻ വളരെ പ്രധാനം. നമ്മൾ പഠിച്ചു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പറയല്ലോ ഞാൻ അത്രയും പഠിച്ചു പക്ഷെ റിവൈസ് ചെയ്തിട്ടുണ്ടാവില്ല, കാര്യമില്ല. നമ്മള് എന്താണ് ഒരു 6-7 മാസം മൊത്തം ഇരുന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ ഒരു റിവിഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് മൊത്തം നമ്മൾ പറയില്ലേ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോവും. അപ്പൊ ഓരോ ആഴ്ച കൂടുമ്പോഴും നമ്മൾ ഒരാഴ്ച പഠിച്ചതിന്റെ ഒരു റിവിഷൻ എങ്കിലും അന്ന് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കി അതിനെ ഒന്ന് റീകളക്ട് ചെയ്തെടുത്ത് ചെയ്തിരിക്കണം. സെയിം ടൈം നമ്മൾ PYQ പ്രാക്ടീസ് ചെയ്യുകയും വേണം. അതിപ്പോ നമുക്ക് ഈ പറയുന്ന HSAയുടെ PYQs തന്നെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് കിട്ടാവുന്ന എന്ത് ചോദ്യപേപ്പർ വേണമെങ്കിലും, നെറ്റോ സെറ്റോ അങ്ങനെ ഏത് കേട്ടറ്റിന്റെ മെയിൻ പേപ്പർ അങ്ങനെ ഏത് ചോദ്യപേപ്പറുകൾ വേണമെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. മിനിമം ഒരു ദിവസം ഒരു ചോദ്യപേപ്പറിലൂടെ എങ്കിലും നമ്മൾ കടന്നുപോയി എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ സെറ്റിന്റെ ചോദ്യപേപ്പർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 120 ചോദ്യങ്ങളാണ് അതിലുണ്ടാവുക. ആ 120 ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു 50 ചോദ്യമെങ്കിലും നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടാവും. ഇനി കടന്നുപോയ ചോദ്യപേപ്പറിലൂടെ തന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കടന്നു പോവാ. നമുക്ക് ഇന്ന് എത്രണ്ണം ആൻസർ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ദിവസവും നമ്മൾ അതൊരു എന്താ പറയാ ഒരു അനലൈസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ഇത്ര പറ്റി, ഇനി അടുത്ത ചോദ്യപേപ്പറിൽ. അതുപോലെ തന്നെ ഓരോ ചോദ്യപേപ്പറിന്റെയും നിലവാരം നമുക്ക് സ്വയം പറയാൻ പറ്റണം. ഇത് കുറച്ചും കൂടെ നല്ല ചോദ്യം അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു ചോദ്യപേപ്പറാണ്, ഇത് കുറച്ച് കഷ്ടമുള്ള ചോദ്യപേപ്പറാണ്. പക്ഷെ കഷ്ടമുള്ള ചോദ്യപേപ്പറിൽ നമുക്ക് എത്ര ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ വളരെ നോക്കുക. അപ്പൊ ഈ PYQ പ്രാക്ടീസസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം നമ്മളത് ചോദ്യമായിട്ട് തന്നെ നമ്മളത് കാണുന്നു. ആ ചോദ്യം തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നത്, ഉള്ളിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് ചിലപ്പോ അതേ മാതൃകയുള്ള ഒരു ചോദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ PYQ പ്രാക്ടീസസ് വളരെ പ്രധാനമാണെന്ന് പറയുന്നത് അല്ലെ. സക്സസ് ഈസ് മെയ്ഡ് ഓഫ് 1% ഓഫ് ലക്ക് ആൻഡ് 90% ഓഫ് സ്വെറ്റ്. ഒരു സംശയവും ഇല്ല.
നമുക്കറിയാം ജോലി കിട്ടിക്കഴിയുമ്പോ എല്ലാവരും പറയാം, ഓ ഭാഗ്യവന്നല്ലേ, എന്തൊരു ഭാഗ്യാണെന്നാ പറയാ. ആ ഭാഗ്യത്തിന്റെ പിന്നില് നമ്മുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടും നമ്മുടെ വിയർപ്പും നമ്മുടെ ഉറക്ക നഷ്ടപ്പെടുത്തലും ഭക്ഷണ ഇല്ലായ്മയും തുടങ്ങി നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ വലിയൊരു തുകയാണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുക. അപ്പൊ നമ്മളിപ്പോ എത്രത്തോളം നമ്മൾ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടോ ആ സ്ട്രഗിളിൽ നിന്നൊക്കെ നമ്മള് ഒരു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ റിസൾട്ട് കിട്ടുമ്പോൾ ഉള്ള ഒരു ലെവലിലേക്ക് നമ്മൾ ആലോചിക്കുക. നമ്മൾക്ക് മടുക്കണു എന്ന് തോന്നുമ്പോ നമുക്ക് ആ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുമ്പോ അല്ലെങ്കിൽ അഡ്വൈസ് മെമ്മോ നമ്മുടെ കയ്യിൽ വരുമ്പോ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആ ചിരി, ആ ആ മൊമെന്റിൽ നമുക്ക് അവിടെ എന്താണ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതൊന്നും ഈ പറയുന്ന സ്വെറ്റ് അല്ലെങ്കിൽ ആ വിയർപ്പൊന്നും നമുക്ക് ഒന്നുമല്ലാതെ ആയിപ്പോകും എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വയം എനിക്ക് വേണ്ടി ഞാനൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കി തരാൻ തീർച്ചയായിട്ടും പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ് അല്ലെ. നമുക്ക് ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയം അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ എടുക്കേണ്ട സമയമായിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടത്. ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ, ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഈ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇന്ന ഭാഗങ്ങൾ ഇത്ര സമയം കൊണ്ട് തീർക്കും. അതേ ടൈം അലോക്കേഷൻ വളരെ പ്രധാനമാണ്. പിന്നെ ഞാൻ വിചാരിക്കുകയാണ് നാളെ ഉച്ച വരെ ഞാൻ ഇന്ന ഭാഗം പഠിക്കും, എന്നിട്ട് അതിങ്ങനെ അവിടെ കംപ്ലീറ്റ് ചെയ്യും. ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, സ്വാഭാവികമായിട്ടും. നമ്മള് പ്ലാൻ ഉണ്ടാക്കുന്നു, അത് പൊളിയുന്നു, വീണ്ടും പ്ലാൻ ഉണ്ടാക്കുന്നു, അത് പൊളിയുന്നു. ശരിക്കും അത് തന്നെയാണ് സംഭവിക്കേണ്ടത്. നമ്മൾ നമ്മുടെ എന്താണ് സ്ട്രെങ്ത് തിരിച്ചറിയുക, നമ്മുടെ വീക്ക്നെസ് എവിടെയാണ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ആണ് ഈ പറയുന്ന സ്റ്റഡി പ്ലാനിന്റെ മേക്കിങ്ങും അതിന്റെ ഒരു ബ്രേക്കിങ്ങും ഒക്കെ. അപ്പൊ ചിലപ്പോൾ അത് തകരും, നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന വരില്ല. ചിലപ്പോൾ ചില വിഷയങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിന് മുൻപേ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റിയെന്ന് വരും. അപ്പൊ എന്താണെങ്കിലും നമ്മൾ അതിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാണുക, ടൈം വളരെ കൃത്യമായിട്ട് അതിനെ അലോക്കേറ്റ് ചെയ്ത് വെക്കുക. റിയലിസ്റ്റിക് ഗോൾസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന ഈ ഇത്രയും കഷ്ടപ്പാടുകളുടെ അവസാനം നമ്മൾ എത്താൻ പോകുന്ന ആ സ്ഥാനം, നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന നമ്മുടെ സ്വപ്നത്തെ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുക. റെഗുലർ റിവിഷൻ അത് മസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരു ദിവസം ലാസ്റ്റ് ഇതിനൊക്കെ ഒന്നും കൂടെ മറച്ചു നോക്കാൻ പറ്റുന്നുണ്ടോ, യു ആർ ലക്കി. അതാണ് ഞാൻ പറയുള്ളൂ. റിവിഷൻ വളരെ പ്രധാനമാണ്. ലാസ്റ്റ്, മെയിൻറ്റെയിനിങ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അത് വളരെ പ്രധാനമാണ്. ചിലവർ പറയും ഇങ്ങനെ ഉറക്കമൊഴിച്ച് പഠിച്ചിട്ട് എനിക്കിതൊന്നും ഓർമ്മയിൽ നിൽക്കണില്ല. ആ ഉറക്കമൊഴിച്ച് പഠിച്ചതും കൊണ്ട് അത് ഓർമ്മയിൽ നിൽക്കാത്ത, നമ്മുടെ ശരീരം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു വിശ്രമമുണ്ട്, എങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡും അതേപോലെ ഫ്രഷ് ആയിട്ട് കിട്ടുള്ളൂ. അതിൽ ഓരോരുത്തർക്കും വ്യത്യാസമാണ്. ചിലർക്ക് രാത്രി മൊത്തം ഇരുന്ന് പഠിച്ചിട്ട് രാവിലെ കിടന്നുറങ്ങാൻ ചാൻസ് ഉള്ളവരാണെങ്കിൽ, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക. നിങ്ങളുടെ സ്റ്റഡി ടൈം ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ചിലർ പറയും രാവിലെ നേരത്തെ അടിച്ച് പഠിച്ചാലേ തലേ കയറുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക, ഓരോരുത്തരുടെയും പ്രത്യേകതയ്ക്ക് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അത് പക്ഷെ ഒപ്പം നന്നായിട്ട് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വളരെ വേനലാണ്, നമുക്ക് ഭയങ്കര ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാവും. നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഇത് വെള്ളം കുടിക്കാത്തതിന്റെ പേരിലൊക്കെ വളരെ സ്ട്രഗിൾ അനുഭവിക്കുകയും കുറച്ച് ദിവസം ബെഡ് റെസ്റ്റ് വരെ ആവാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ 100% കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ എങ്കിലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. നന്നായിട്ട് ഉറങ്ങുകയും ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക തുടങ്ങിയിട്ടുള്ള, ഒപ്പം നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യിക്കുക. ഇത് സ്ഥിരം എല്ലാവരും പറയുന്നതായിരിക്കും പൊതുവെ. പക്ഷെ എങ്കിലും നമ്മള് നമ്മൾ പറയില്ലേ, എന്താ പറയാ, ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയില്ലേ. ഇതിന്റെയൊക്കെ അവസാനം നമുക്ക് ജോലി കൈ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ സന്തോഷം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വളരെ നന്നായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു 3 മാസത്തിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഈ സ്റ്റഡി പ്ലാൻ ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ബി പ്രൗഡ് ഓഫ് ഹൗ ഹാർഡ് യു ആർ ട്രൈങ്. ആ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് തോന്നണം ഞാൻ ഇന്ന് ഇത്രയും ചെയ്തു, യെസ്. അതുപോലെ നിങ്ങൾ ഓരോ ദിവസവും കവർ ചെയ്യുന്ന പോർഷൻസ് ഒരു നോട്ട്ബുക്കിൽ ഇങ്ങനെ കുറിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ 2 or 3 ടോപ്പിക് ആയിരിക്കും കവർ ചെയ്തിട്ടുണ്ടാവുക. 10 ദിവസത്തിന് ശേഷം നിങ്ങൾ ആ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ 10 or 11 ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതങ്ങനെ ഒരു ലീനിയർ, അതായത് അതിങ്ങനെ ആ ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ടാണ് വരുന്നത് എന്നുള്ളത് മാത്രം ഉറപ്പുവരുത്തുക. അത് താഴേക്കല്ല പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തേണ്ട കാര്യം. എങ്കിൽ തന്നെ നമ്മുടെ പകുതി വിജയം അവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത്
മനസ്സിലേക്ക് കൊണ്ടുവരാം. ആഹ് ഇനി നമ്മുടെ ക്രിസ്റ്റൽ ഹബ്ബ് നമുക്ക് ഇതിനുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വളരെ കുറഞ്ഞ ഒരു പൈസക്കാണ് നിങ്ങൾക്ക് ജനറൽ പേപ്പറും മെയിൻ പേപ്പറും കൂടി കിട്ടുന്നത്. ഒരു 1200 രൂപയ്ക്കാണ്. ഓഫർ ആണ്. ഇതേപോലെ തന്നെ ഓരോ ടോപ്പിക്കുകളും വളരെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വളരെ പെർട്ടിക്കുലർ ആയിട്ട് സിലബസിലെ ഓരോ ടോപ്പിക്കുകളും വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ PPTകളും നോട്ട്സുകളും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറൽ പേപ്പറിന്റെ ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സിലബസിൽ നിന്ന് കാണുന്ന ഓരോ വരി പോലും വിടാതെ അല്ലെങ്കിൽ അതിലെ ഒരു വിഷയത്തെ പോലും അവഗണിക്കാതെ വളരെ കൃത്യമായിട്ടാണ് നമ്മൾ രണ്ട് പാർട്ടുകളും, പാർട്ട് A ആയാലും പാർട്ട് B ആയാലും ഇപ്പൊ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഓഫറുകൾ ഉടനടി നേടണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. വളരെ വിശാലമായിട്ടുള്ള ഒരു ക്ലാസ്സുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ വളരെ ഓരോ നോട്ട്സ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള നോട്ടുകൾ കൂടാതെ വീണ്ടും വീണ്ടും പല ഡാറ്റകളും അല്ലെങ്കിൽ സോഴ്സസും റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സസും പിന്നെയും പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്നത്. അത്രയും വിശദമായിട്ടുള്ള ആയിട്ടാണ് ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കത് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. 1200 രൂപയ്ക്ക് 2 പേപ്പറുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു സീറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ പറയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻസോ ഉണ്ടെങ്കിൽ പറയാം. മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടോ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഇത് നിങ്ങളുടെ സമയമാണ്. ഓക്കെ. നമ്മൾ തുടങ്ങേണ്ട ഒരു കാര്യം പറയുമ്പോൾ ഞാൻ പറയാം. ചിലപ്പോ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഇതിൽ നിന്ന് തുടങ്ങണം എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പാഠ്യപ്രസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരും തുടങ്ങുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ എന്താ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് പലപ്പോഴും നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു തോന്നൽ, അത് ആരുടെയും തെറ്റൊന്നുമില്ല, പക്ഷെ അത് ഓൾറെഡി നമുക്കൊരു തോന്നൽ ചിലപ്പോൾ വരും. എനിക്കിതൊക്കെ അറിയാലോ, പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, മെല്ലെ പോയാൽ മതി. അങ്ങനെ മെല്ലെപ്പോക്കിനുള്ള സാധ്യത നമുക്ക് അറിയുന്നതിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാലുണ്ട്. അതിന് പകരം നമുക്ക് കുറച്ചുകൂടി എനിക്ക് ആ ഒരു ഭാഗമാണ് എനിക്ക് നന്നായിട്ട് നോക്കേണ്ടത്, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ നോക്കിയാൽ എനിക്ക് നന്നായിരുന്നു എന്ന് തോന്നുന്ന ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നന്നായിട്ട് അത് വളരെ കാര്യക്ഷമമായിട്ടുള്ളൊരു ഇത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒന്ന് തുടങ്ങാൻ നോക്കുക. കോൾ ഓൺലൈൻ ആണോ? എനിക്കത് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ച്?
ക്ലാസ് ഓൺലൈൻ ആണോ? യെസ്, ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. റെക്കോർഡഡ് ക്ലാസ് നൽകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ട് ആ ടൈമിൽ നിങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം, നോട്ട്സ് എഴുതിയെടുക്കാം. അതിനുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ നൽകുന്നുണ്ട്. ക്ലാസ് ഓൺലൈൻ ആണ് കേട്ടോ. ഓക്കെ. പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇടയിൽ ബ്രേക്ക് ഒന്നും വരാതെ മാക്സിമം ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ നമുക്ക് ചിലപ്പോ ഹെൽത്ത് ഓക്കെ അല്ലെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് ഒരു പേജെങ്കിലും അന്ന് നമ്മളൊന്ന് വായിച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. കാരണം ഒരു ചെറിയൊരു ബ്രേക്ക് വന്നു പോയാൽ പോലും മേ ബി നമുക്ക് തോന്നാം ഇനിയിപ്പോ അടുത്ത ദിവസം എന്നാ പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നോക്കാം, അല്ലെ? അതുപോലെ വരുന്ന ആഘോഷങ്ങളൊന്നും എന്താ പറയാ, ചിലപ്പോ അത് നമുക്ക് വലിയ നഷ്ടമൊക്കെ ആയിട്ട് തോന്നും ആ ഒരു സമയത്ത്. പക്ഷെ ചിലപ്പോ അതൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ അങ്ങനെ ചില ചില കാര്യങ്ങളും കൂടെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. മറ്റ് സംശയങ്ങളോ നിർദ്ദേശങ്ങളോ? PDF നോട്ട് കിട്ടുമോ? യെസ്, നമ്മൾ തയ്യാറാക്കുന്ന PPT വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കാറുള്ളത്. ആ PPT നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. PDF നോട്ട് മാത്രമായിട്ട് കിട്ടില്ല. നമ്മൾ ക്ലാസ്സിന്റെ ഒപ്പം തന്നെ അത് അപ്ലോഡ് ചെയ്യാണ് പതിവ്. ഓക്കെ, താങ്ക് യു. സിലബസിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ആ പഠനത്തിലേക്ക് കടക്കുക എന്നുള്ളതും കൂടെയാണ് അതിന്റെ ഒരു ലക്ഷ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് സിലബസിനെ കുറിച്ചിട്ടും അതിൽ ഓരോ ഭാഗത്തിനും നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളെ കുറിച്ചും പ്രത്യേകമായിട്ടും പറഞ്ഞത്. കൂടുതൽ പുസ്തകങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ വായിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത്ര മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന് അതിന്റെ ഒരു അർത്ഥമില്ല. നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ എത്രത്തോളം വായിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു ധാരണയുണ്ടല്ലോ. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങളിൽ ലിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും